ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണേ. ഇതൊരു പ്രൊഫഷണൽ കുക്കിംഗ് ചാനലൊന്നുമല്ല, നമുക്കറിയാം. പക്ഷെ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഈവനിങ് ഒരുമിച്ചുണ്ടായിരുന്നു. വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ എഗ് പഫ്സ് തന്നെ ആവാമെന്ന്. അപ്പോൾ അതേ ആമിമോളും കൂടെ കൂട്ടിയിട്ടുണ്ട് സഹായിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളൊരു സിമ്പിളായിട്ടുള്ളൊരു എഗ് പഫ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു വീഡിയോ അത് നിങ്ങളായിട്ടൊന്നും കൂടി ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഈ ഒരു കൊച്ചു വീഡിയോ ഒന്നും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചീഞ്ചട്ടിയിൽ ഇത്തിരി എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇത്തിരി ഫെനൽ സീഡ്സ് ഇട്ടു. ക്വാണ്ടിറ്റി ഒന്നും നോക്കണ്ട, കാരണം ഹെൽപ്പറായിട്ടിരുന്നത് നമ്മുടെ ആമിമോളാണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള അത്രയും അങ്ങ് ഇട്ടു. പിന്നെ ഞാനതിനൊന്നും പറയാൻ പോയില്ല, കാരണം അവൾ എൻജോയ് ചെയ്യട്ടെ എന്ന് ഓർത്തു കുക്കിങ്. പിന്നെ അതിലേക്ക് കുറച്ച് ഓണിയനും ജിഞ്ചറും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഇതിൽ ചില്ലി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തു. അപ്പം ഒന്ന് ജസ്റ്റ് അതൊന്നിങ്ങനെ വഴന്ന് വന്നപ്പോഴേക്കും പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒക്കെ ഇട്ടേ. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ടൊമാറ്റോ ഇത്തിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആമിക്കുട്ടിക്ക് എങ്ങനെയാണ്, അവൾക്ക് എല്ലാത്തിനും സ്പൈസി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ടൊമാറ്റോന് പകരം ടൊമാറ്റോ സോസ് ഒഴിക്കാമെന്ന്. അപ്പോൾ സോസൊക്കെ അവൾ തന്നെയാണ് സ്വന്തമായിട്ട്, അവൾക്ക് തന്നെ എല്ലാം ചെയ്യണം, അവൾക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ടാണ് ഇടിയിപ്പിച്ചത്. അവളുടെ ഇഷ്ടത്തിന് അവൾ വാരിക്കോരി ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാൻ കഴിക്കുമോ കഴിക്കില്ലേ എന്ന്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവൾക്ക് മെയിനായിട്ടും ഈ ഇംഗ്ലീഷ് ഫുഡ്സിനോടാണ് കൂടുതലും ഇൻട്രസ്റ്റ്. പക്ഷെ നമുക്കൊരു ഇതിന് നമ്മൾ ഉണ്ടാക്കുന്നു. അവൾ കഴിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കുറച്ച് സോസൊക്കെ ആഡ് ചെയ്തങ്ങ് ഉണ്ടാക്കുവാണേ. അപ്പോൾ ഇവിടെ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചതിൻ്റെ എഗ്ഗുകളും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുള്ള പണിക്കൊന്നും നിൽക്കുന്നില്ല. ഞങ്ങളുടെ ഇവിടെ നിന്ന് ടെസ്കോന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഈ പൊറാത്തയുടെ ഈ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പേസ്ട്രി എടുക്കത്തേക്കുന്നത്, പഫിൻ്റെ. ഇത് ആക്ച്വലി പഫ് പേസ്ട്രി ഒന്നും അല്ല, പക്ഷേ ഞാൻ ഈ പൊറാത്തയുടെ ഇത് വെച്ചിട്ട് ഇതിക്ക് മുമ്പ് ചെയ്തപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിട്ടായിരുന്നേ. അപ്പോൾ ഇത് നമ്മൾ സാധാ ടെസ്കോന്ന് കിട്ടുന്ന പൊറോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾ പൊറോട്ട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നന്നായിട്ടൊക്കെ കിട്ടും. പിന്നെ ഇവിടെ എണ്ണം ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ ഒരു പൊറോട്ട രണ്ടാക്കി കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു ഫുള്ള് വെച്ചിട്ട് എടുത്തു, കാരണം ഇത് സിമ്പിളാണ്. നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു സ്നാക്കാണല്ലോ എഗ് പഫ്സ്. അപ്പോൾ നമുക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഓരോ പൊറോട്ട എടുത്തു. ഞാനത് ഹാഫാക്കി കട്ട് ചെയ്തു. അതിലേക്ക് ആദ്യം തന്നെ ഫില്ലിങ്സ് വെച്ചു. അതിൻ്റെ മീതെ ഒരു ഹാഫ് പീസ് എഗ്ഗും വെച്ചിട്ട് നമ്മളത് ഷേപ്പാക്കുക. ഷേപ്പൊന്നും നോക്കരുത്, അത്ര വലിയ ഷേപ്പൊന്നും ആയില്ല. കറക്റ്റ് ഒരു ഫുൾ പൊറോട്ട എടുത്താൽ നല്ല പെർഫെക്റ്റ് ഷേപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എണ്ണം കുറവായതുകൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഒരു ഒട്ടിക്കൂട്ടൽ പരിപാടിയിലുള്ള ഷേപ്പാണ്. അപ്പോൾ ഷേപ്പ് ഇപ്പോൾ നമ്മളല്ലേ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റ് ആയില്ല. ഓ ഇല്ലടി, ഓ ഇല്ല ഓ ഓ ഓ വേവിക്കട്ടെ ആമിക്കുട്ട, മോറുണ്ടാക്കാൻ പോകണം. ഓക്കെ, ഇപ്പം ആമിമോളുടെ പണിയാണ്. അതിൽ മൊത്തം പഫ്സ് മൊത്തം റെഡി ആയി കഴിഞ്ഞപ്പോൾ അതിൽ മൊത്തം എഗ്ഗിൻ്റെ ഇത് ബ്രഷ് ചെയ്യുന്നുള്ളത് അവൾ തന്നെയാണ്. എഗ്ഗ് ബീറ്റ് ചെയ്തതും അപ്പോൾ അവളെ തന്നെ ഞാൻ ഏൽപ്പിച്ചു, കാരണം കുറേ നേരമായി അത് ബ്രഷ് ചെയ്തിട്ടേ സമയമായോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ എല്ലാം ബ്രഷ് ചെയ്തപ്പോൾ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവനിലൊരു 30 മിനിറ്റ്സ് ടൈം 180 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് അപ്പോൾ അതവിടെ വെച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുറച്ച് ഗ്രേവിയും നമ്മുടെ മസാലക്കൂട്ടും പിന്നെ ഒരു കുറച്ച് നമ്മൾ ബ്രഷ് ചെയ്യാനെടുത്ത എഗ്ഗ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് മിക്സ് ചെയ്ത് ഒരു ജസ്റ്റ് ചുമ്മാ അത് ആ മുട്ട ആ ഗ്രേവിയിലിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാമെന്ന്. അപ്പോൾ അത് അങ്ങനെ ചിക്കി പൊരിച്ചെടുത്തു. പിന്നെ അത് ചൂടാറാനും വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ കുറച്ച് ഞാനും കഴിച്ചു, ഇത്തിരി ഹസ്ബൻഡിൻ്റെ വായിലും വെച്ച് കൊടുത്തു. ആമിയോട് വെച്ചപ്പോൾ ആമി കണ്ടപ്പോഴേ പറഞ്ഞു ഇറ്റ്സ് ടു സ്പൈസി എന്ന് പറഞ്ഞാൽ അവൾ ആ വഴിക്ക് വന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ അതാ നമ്മുടെ എഗ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, ഏകദേശം നല്ല മുരിഞ്ഞ കളറൊക്കെ വന്ന് അത്ര ബോറല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ട് നിങ്ങൾ കമൻസ് പറയുക. പിന്നെ ഇതും നല്ലൊരു ചൂട് ചായയും കൂടി കുടിച്ച് ഇന്നത്തെ ഈവനിങ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ ബൈ.